ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊങ്കലാണ്. വെൺപൊങ്കൽ, കാരപ്പൊങ്കൽ എന്നൊക്കെ അറിയപ്പെടുന്ന തമിഴ്നാടിൻ്റെ പോപ്പുലറായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കൊരു പ്രഷർ കുക്കർ ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 2 പച്ചമുളക് പിളർന്നതും കൂടി ഇട്ട് കൊടുക്കാം. ഇന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പച്ചരി കഴുകിയെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ചെറുപയർ പരിപ്പ് കഴുകിയെടുത്ത് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് മഞ്ഞ കളറിലുള്ള പായസത്തിനൊക്കെ ഉണ്ടാക്കുന്ന ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് വറുത്ത് വരുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ അരിയും പയറും ഒക്കെ അളന്ന അതേ കപ്പിൽ വേണം വെള്ളവും അളന്നെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഈ സമയം ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് 5 വിസിൽ വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 വിസിൽ കഴിഞ്ഞു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. കണ്ടില്ലേ, ഇപ്പം അരിയും പയറും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് താളിച്ചിടണം. നമുക്കിനി ഇത് മാറ്റി വെക്കാം. നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 10-15 അണ്ടിപ്പരിപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയിലേക്കും പരിപ്പിലേക്കും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെൺപൊങ്കൽ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ കോക്കനട്ട് ചട്നിയോടും സാമ്പാറിൻ്റെയും കൂടെ കഴിക്കാവുന്നതാണ്. ഇത് വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.